ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപക നേതാവ് ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധവുമായി LDF അംഗങ്ങൾ. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസിന്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് LDF അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ചെയർമാൻ മുൻകൂർ അനുമതി നൽകിയതുകൊണ്ടാണ് ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാൻ തീരുമാനിച്ചതെന്നാണ് നഗരസഭയുടെ വാദം. എന്നാൽ മുൻകൂർ അനുമതി സംബന്ധിച്ച ഒരു ഫയലും നഗരസഭയിൽ ഇല്ലെന്നാണ് LDF അംഗങ്ങൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ മാസം 4ഓളം കൗൺസിലുകൾ ചേർന്നിട്ടും മുൻകൂർ അനുമതി നൽകാനുള്ള തീരുമാനം ഏകപക്ഷീയമായി എടുത്തത് എന്തിനെന്ന് LDF അംഗങ്ങൾ ചോദിച്ചു. പാലക്കാട് ജില്ലയിൽ 33 സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിച്ചു കണ്ണാടി പഞ്ചായത്തിലുണ്ട്. പേര് നൽകിയത് വഞ്ചനയാണെങ്കിൽ കേസ് നൽകാൻ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ഒപ്പം അടുത്ത കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്നും ഭൂരിപക്ഷ തീരുമാനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടും പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞില്ല. പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ LDF അംഗങ്ങൾ വൈസ് ചെയർമാന് സമർപ്പിച്ചു. കൃത്യമായ നടപടി ഉണ്ടാവുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. ഇത്രയും കൗൺസിലർമാരിനെ മാർച്ചിൽ തന്നെ 4 കൗൺസിൽ നടന്നു. ഈ കൗൺസിലൊന്നും അറിയിക്കാതെ ഇരുട്ടിൻ്റെ മറവിൽ എല്ലാ 52 കൗൺസിലർമാരെയും വഞ്ചിച്ചും കൊണ്ടാണ് മുൻകൂർ അനുമതി കൊടുത്തു പറഞ്ഞു. മുൻകൂറിൻ്റെ ഒരു പേപ്പർ പോലും നീങ്ങിയിട്ടില്ല. എല്ലാ ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് സെക്രട്ടറി ഒപ്പിട്ട് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുക്കുക. എന്നാൽ ഈ സെക്ഷൻ ഉദ്യോഗസ്ഥന്മാർ പോലും അറിയാണ്ട് ഇവർ എന്തിനാണ് ഈ നാടകം? ഈ ഭിന്നശേഷി സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല, ഇവർ മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടാണ് ബഡ്സ് സ്കൂൾ തുടങ്ങുന്നത് എന്ന്. പക്ഷേ പാലക്കാട് ജില്ലയിൽ തന്നെ 33 സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ണാടി സ്കൂൾ പോയി നോക്കാൻ പോവുകയാണ്. കണ്ണാടി പഞ്ചായത്തിൻ്റെ കീഴിൽ ബഡ്സ് സ്കൂൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ പാലക്കാട് മാത്രമാണ് എന്തോ ചെയ്യുന്നത് എന്ന്. ഞങ്ങൾ ഈ ബഡ്സ് സ്കൂൾ വരണം. ഈ 9 കൊല്ലം ഈ 10 കൊല്ലം ഇവർ ഭരിച്ചിട്ട് പോലും ഒരു സ്കൂൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരിനെ നമ്മൾ പറ്റിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ആ വിഭാഗക്കാരനെ നമ്മൾ ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പേരിടൽ കൊണ്ട് മുന്നോട്ട് പോവാൻ സമ്മതിക്കില്ല. ഇവർ കൗൺസിൽ വയ്ക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കും. ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങും. ഞങ്ങൾ സർക്കാർ തലത്തിലും നീങ്ങിയിട്ട് ഈ പേരിടലിന് ഈ പാലക്കാട് ജനതകൾക്ക് ആർക്കും ഇതിന് താല്പര്യം ഉണ്ടാകില്ല. നിങ്ങൾ കൗൺസിലർമാരുടെ രാഷ്ട്രീയക്കാരൻ്റെ അടുത്തുള്ള ഓരോ ജനങ്ങളുടെ ഇടുക്കി ജനങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു നേതാവിൻ്റെ ഒരു ഭരണത്തിൻ്റെ മേധാവിത്വം വഹിച്ച ഒരാളാണോ ഇവർ RSSൻ്റെ നേതാവ് മാത്രമായിട്ട് ഇയാൾക്ക് പേരിടുന്നത്? ഇവിടെ ഭരണകർത്താക്കളുടെ പേര് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇട്ടിട്ടുണ്ട്, EMSൻ്റെ പേരിലുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാണ്ട് ഇത് നിയമം ഇല്ലാണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവർ രാത്രിൻ്റെ മറവിൽ ഇവർ ഈ പേരും കൊണ്ടുപോയിരിക്കുന്നത്. കൗൺസിലർമാരായ മുഹമ്മദ് ബഷീർ, സെലീന ബീവി, M. സുജന, M. കുമാരി, T. കുമാരൻ, E. ഫൈറോജ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഇടത് കൗൺസിലർമാരുടെ മുദ്രാവാക്യം വിളി ഏറെ നേരം തുടർന്നിട്ടും പോലീസ് എത്താത്തതിലും കൗൺസിലർമാരുടെ സമരത്തിൽ കൗൺസിലർമാർ അല്ലാത്ത CPM പ്രവർത്തകർ എത്തിയതിനെതിരെയും BJP കൗൺസിലർ സ്മിതേഷ് രൂക്ഷമായി വിമർശിച്ചു. UTV ന്യൂസ് പാലക്കാട്.